വെൽക്കം ടു +1 സുവോളജി ഓൺലൈൻ ക്ലാസ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സുവോളജി ഓൺലൈൻ ക്ലാസ് തയ്യാറാക്കുന്നതും അത് നിങ്ങൾക്ക് വേണ്ടി SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതും. ഇതിനോടകം ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും 3 സെഗ്മെൻറ്റ് വീഡിയോയിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയോട് കൂടി നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിയും. ഇത് ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റ് എൻസൈം ആക്ടിവിറ്റി? എൻസൈം ആക്ടിവിറ്റിയെ ബാധിക്കുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ടെമ്പറേച്ചർ, മറു സൈഡിൽ എൻസൈം ആക്ടിവിറ്റി. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എൻസൈം ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതിൽ നിന്ന് ടെമ്പറേച്ചർ കൂടിയാലോ കുറഞ്ഞാലോ അത് എൻസൈം ആക്ടിവിറ്റി കുറയുന്നതിന് കാരണമാകും. ഇനി അടുത്തത് pH-ഉം സെയിം തന്നെയാണ്. ഒരു പർട്ടിക്കുലർ pH-ൽ പർട്ടിക്കുലർ pH എൻസൈം ആക്ടിവിറ്റി വിൽ ബി ഹയസ്റ്റ്. ആ pH-ൽ നിന്ന് pH കുറഞ്ഞാലോ കൂടിയാലോ അത് എൻസൈം ആക്ടിവിറ്റി കുറയുന്നതിന് കാരണമാകും. ഇനി എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, വളരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ എൻസൈംസ് ടെമ്പറലി ഇനാക്റ്റീവായി പോവും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലും എൻസൈംസ് ഡീനാച്ചേർഡ് ചെയ്ത് നശിച്ചു പോവും, അതിൻ്റെ ആക്ടിവിറ്റി നശിച്ചു പോവും. അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് അവിടെ എൻസൈം ആക്ടിവിറ്റിയും കൂടും, നമുക്ക് കൂടുതൽ പ്രോഡക്ട്സ് ലഭിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു 100 മോളിക്യൂള് എൻസൈംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ എണ്ണം ഇങ്ങനെ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ആദ്യം ഒരു 10 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 10 പ്രോഡക്റ്റ് കിട്ടും. ഒരു 50 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ 50 പ്രോഡക്റ്റ് കിട്ടും. കാര്യം അവിടെ ആൾറെഡി 100 എൻസൈം ഉണ്ടല്ലോ. ഒരു 75 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താൽ നമുക്ക് ഒരു 75 പ്രോഡക്റ്റ് കിട്ടും. നമ്മളൊരു 100 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താൽ നമുക്ക് 100 പ്രോഡക്റ്റും കിട്ടും. കാര്യം 100 എൻസൈം മോളിക്യൂൾ അവിടെ ഉണ്ട്. പക്ഷേ 101 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 പ്രോഡക്റ്റേ കിട്ടൂ. കാരണം ആ എല്ലാ എൻസൈംസും എൻഗേജ്ഡ് ആവും, ഓരോരോ സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി എൻഗേജ്ഡ് ആവും. അതായത് അവസാനം ഒരു ബാലൻസ് വരുന്നത് 100ൽ കൂടുതൽ സബ്സ്ട്രേറ്റ് വന്നാൽ പിന്നെ എൻസൈംസ് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ അവൈലബിൾ അല്ല. അതാണ് കാരണം. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വരെ മാത്രം. ആ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്ര കൂട്ടിയാലും അതിൻ്റെ റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിക്കില്ല. കാരണം എല്ലാ എൻസൈം മോളിക്യൂളും സാച്ചുറേറ്റഡ് ബൈ ദ സബ്സ്ട്രേറ്റ് ആയിരിക്കും. ബിക്കോസ് എൻസൈം മോളിക്യൂൾസ് ആർ ഫീവർ ദാൻ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. കാര്യം എൻസൈം മോളിക്യൂൾ 100 എന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞില്ല, 100 പറഞ്ഞല്ലോ. പക്ഷേ സബ്സ്ട്രേറ്റ് അതിൽ അധികരിച്ചു പോയി. എന്നാലും നമുക്ക് റിസൾട്ട് 100 പ്രോഡക്ട്സ് മാത്രമേ കിട്ടൂ. കാര്യം ഒരു എൻസൈമും അവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല അടുത്ത ഒരു സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതാണ് അതിന് കാരണം. ഇനി ഇവിടെ ഗ്രാഫ് കൊടുത്തേക്കുന്ന കാണാം. ഒന്നിൽ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്, എക്സ് ആക്സിസിൽ സബ്സ്ട്രേറ്റ് കാണിച്ചിരിക്കുന്നു. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടുന്ന കാണാം. ഒരു പരിധിവരെ മാത്രമേ കൂടുന്നുള്ളൂ, അതിനപ്പുറം പിന്നെ ഉയരുന്നില്ല. കണ്ട ഗ്രാഫ് അങ്ങനെയാണ് പോയേക്കുന്നത്. ഒരു പരിധി ചെന്നങ്ങ് അവസാനിക്കുകയാണ്, പിന്നെ അങ്ങോട്ട് കൂടി പോകുന്നില്ല. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എത്ര കൂട്ടിയാലും പിന്നെ ആ വെലോസിറ്റിയിൽ നിന്ന് അധികം പോകില്ല. അപ്പോൾ അതാണ് വെലോസിറ്റി മാക്സിമം, വി മാക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ദ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ബിക്കെയിം മാക്സിമം, ഒരു മാക്സിമത്തിലെത്തും, പിന്നെ അതിനപ്പുറത്തേക്ക് കടന്നു പോകില്ല. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇങ്ങനെ പറയാം: വെൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ് ബട്ട് അപ് ടു എ ലിമിറ്റ് ഓൺലി. ഇഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ബിയോണ്ട് ദ ലിമിറ്റ് നത്തിങ് വിൽ ബി ഹാപ്പനിങ് ടു ദ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട, ഇവിടെ Vmax/2 എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ട, Vmax/2 എന്ന് പറഞ്ഞാൽ അതാണ് Km വാല്യൂ. അതായത് ഒരു എൻസൈമിൻ്റെ കപ്പാസിറ്റിയെ നിർണ്ണയിക്കുന്ന ഒരു അളവാണ്, ഒരു യൂണിറ്റാണ് Km വാല്യൂ. Km എന്ന് പറഞ്ഞാൽ മിഖായേൽസ് കോൺസ്റ്റൻ്റ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. നമുക്ക് Km വാല്യൂ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഏത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലാണോ എൻസൈം അതിൻ്റെ മാക്സിമം വെലോസിറ്റിയിൽ റിയാക്ഷൻ അതിൻ്റെ മാക്സിമം വെലോസിറ്റിയുടെ പകുതിയിലെത്തുന്നത്, അതാണ് Km വാല്യൂ. ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻ വിച്ച് ദ എൻസൈം ഷോ ഹാഫ് ഓഫ് ദ മാക്സിമം വെലോസിറ്റി, അതാണ് യഥാർത്ഥത്തിൽ Km വാല്യൂ.
അപ്പോൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് കെ എം വാല്യൂ ഓർ ഡിഫൈൻ കെ എം വാല്യൂ, വാട്ട് ഈസ് വി മാക്സ് ബൈ 2, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്താണെന്ന് നോക്കാം. പേരിൽ തന്നെ ഉണ്ട് മത്സര ബുദ്ധിയോടെ കൂടി നടക്കുന്ന ഇൻഹിബിഷൻ, തടസ്സം. ഗിവ് ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എഴുതുക. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? നമുക്ക് നോക്കാം. ഈ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു എൻസൈമിന് റിയാക്ട് ചെയ്യേണ്ടത് ഒരു സബ്സ്ട്രേറ്റിനോടാണ്. അതുമായി റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സബ്സ്ട്രേറ്റിനെ പോലെ ഘടന തോന്നിക്കുന്ന ചില വില്ലന്മാർ, ചില ഇൻഹിബിറ്റർ മോളിക്യൂൾസ് അവിടെ കടന്നുകൂടുകയും എൻസൈമിനെ തെറ്റിദ്ധരിപ്പിച്ച് സബ്സ്ട്രേറ്റ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഈ ഇൻഹിബിറ്റർ മോളിക്യൂൾ എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് വിളിക്കുന്ന പേര് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. The inhibitor closely similar to the substrate is called competitive inhibitor. It competes with the substrate for binding site of the enzyme. As a result, the substrate cannot bind the enzyme and also enzyme will be blocked. അതാണ് സംഭവിക്കുന്നത് ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ the inhibition of succinic dehydrogenase by malonate which is similar to succinate. സക്സിനേറ്റ്, നമുക്ക് സബ്സ്ട്രേറ്റ് സക്സിനേറ്റ്. ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സക്സിനേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യേണ്ടത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. പക്ഷേ ആ സക്സിനേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിനോട് സിമിലാരിറ്റി കാണിക്കുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് മാലോണേറ്റ്. അതുകൊണ്ട് മാലോണേറ്റ് സക്സിനേറ്റുമായി മത്സരിക്കുകയും കോമ്പറ്റ് ചെയ്യുകയും അവസാനം സക്സിനേറ്റിനെ തോൽപ്പിച്ച് ആ എൻസൈമിനെ റിയാക്ട് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇനി കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ബാക്ടീരിയൽ പാത്തോജൻസ്. ഇപ്പം നമ്മൾ ഒരു ബാക്ടീരിയൽ ഡിസീസ് വരുമ്പോൾ നമ്മൾ ധാരാളം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാറുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. എൻസൈംസിനെ പ്രധാനമായിട്ട് 6 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഓക്സൈഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജനേസ്, ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. ഇത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ എന്ത് ചെയ്യും? സ്പീഡപ്പ് ചെയ്യും. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എസ് റെഡ്യൂസ് സബ്സ്ട്രേറ്റ് റെഡ്യൂസ്ഡ് പ്ലസ് എസ് ഡാഷ് ഓക്സിഡൈസർ. അതുമായിട്ട് അവിടെ ഒരു എൻസൈം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡായിട്ട് മാറും, എസ് ഡാഷ് റെഡ്യൂസ്ഡ് ആയിട്ട് മാറും. ഇനി അടുത്തത് ട്രാൻസ്ഫറൈസ്, അതായത് ഒരു ഗ്രൂപ്പിനെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ഒരു സബ്സ്ട്രേറ്റിന് കൊടുക്കും. അതാണ് ട്രാൻസ്ഫറൈസ്. നോക്കാം. ഇറ്റ് കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്. ഇവിടെ എസ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിൻ്റെ കൂടെ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. പക്ഷേ എസ് ഡാഷുമായിട്ട് കൂടിച്ചേരും. അവിടെ ഒരു എൻസൈം ആക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ മീൻസ് ആ ഗ്രൂപ്പ് എസിൽ നിന്ന് വിട്ട് എസ് ഡാഷിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അടുത്തത് ഹൈഡ്രോലൈസസ്. ഹൈഡ്രോലൈസസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സിനെ വെള്ളത്തിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈംസ്, അതാണ് ഹൈഡ്രോലൈസസ്. കാറ്റലൈസ് ഹൈഡ്രോലൈസിസ് ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് എക്സെട്ര. ഇനി അടുത്തത് ലയേസസ്. ലയേസസും യഥാർത്ഥത്തിൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ മറ്റൊന്നിനോടും ചേർക്കുകയില്ല. അപ്പോൾ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു സിംഗിൾ ബോണ്ട് മാറി അവിടെ ഡബിൾ ബോണ്ട് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോലൈസിസ് ലിവിങ് ഡബിൾ ബോണ്ട്സ്. അവിടെ നമുക്ക് കാണാം എക്സ് സിംഗിൾ ബോണ്ട് സി അടുത്ത അതിൻ്റെ കൂടെ ഒരു വൈയും കൂടെ ഉണ്ട്. പക്ഷേ അതിന് അവിടെ ഒരു എൻസൈം അപ്ലൈ ചെയ്തപ്പോൾ വാട്ട് വിൽ ഹാപ്പനിങ് മീൻസ് എക്സും വൈയും സെപ്പറേറ്റ് ചെയ്തു, കാർബണും സെപ്പറേറ്റ് ചെയ്തു. പക്ഷേ കാർബണിൻ്റെയും ഇടയിൽ ഒരു സിംഗിൾ ബോണ്ടിന് പകരം ഡബിൾ ബോണ്ട് വന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അടുത്തത് ഐസോമറൈസസ്. കാറ്റലൈസ് ഇൻ്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്. ജിയോമെട്രിക്കൽ ഐസോമേഴ്സിനെയും പൊസിഷണൽ ഐസോമേഴ്സ് ആക്കി മാറ്റും, അതുപോലെ പൊസിഷനെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ആക്കി മാറ്റും. അങ്ങനെയുള്ള ഇൻ്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ് സംഭവിക്കുന്നത് ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ സാന്നിധ്യത്തിലാണ്. അടുത്തത് ലിഗേസ്. ലിഗേസ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഒട്ടിച്ചേർക്കുക. 2 കോമ്പൗണ്ട്സിന് തമ്മിൽ ഒട്ടിച്ച് ചേർക്കുന്ന എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് ലിഗേസസ്. 4ാമത്തെ ചോദ്യം, റൈറ്റ് അബൌട്ട് കോഫാക്ടേഴ്സ്. എന്താണ് കോഫാക്ടേഴ്സ്? കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈമിനെ സംബന്ധിച്ചിടത്തോളം എൻസൈമിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ടാവും. ഒരു പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കാണും.
ഇതിൽ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. അപ്പോ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പ്രോട്ടീൻ പാർട്ടുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. കോഫാക്ടറും അപ്പോ എൻസൈമും കൂടെ ചേരുമ്പോഴാണ് ഒരു ഫുൾ എൻസൈമായി മാറുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹോളോ എൻസൈം. ഇനി വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ്, ഒരു കോഫാക്ടർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എൻസൈം ആക്ടിവിറ്റി നഷ്ടപ്പെടും, ആ എൻസൈമിൻ്റെ എൻസൈം ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഇനി കോഫാക്ടേഴ്സിനെ പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിക്കാം: പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ്, മെറ്റൽ അയോൺസ്. എന്താണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുക? ഒരു പ്രോട്ടീൻ പാർട്ടുമായിട്ട്, അതായത് അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബോണ്ട് ചെയ്തേക്കുന്നതാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. എന്നാൽ അതിന് എക്സാമ്പിൾ ഹീം ആണ് എക്സാമ്പിൾ. ഇനി കോ എൻസൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പോ എൻസൈമുമായിട്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ പാർട്ടുമായിട്ട് ലൂസിലി ബോണ്ട് ചെയ്തേക്കുന്നതാണ് കോ എൻസൈം. അതിന് എക്സാമ്പിൾ നിക്കോട്ടിൻ അമൈഡ്, അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ് അതിന് NADയും NADPയും ആണ് എക്സാമ്പിൾ. അടുത്തത് മെറ്റൽ അയോൺസ്. സംടൈംസ് ചില മെറ്റൽ അയോൺസ്, സിങ്ക് പോലുള്ള മെറ്റൽ അയോൺസും ഇത്തരത്തിൽ പ്രോട്ടീൻ പാർട്ട്, അതായത് അപ്പോ എൻസൈമുമായിട്ട് കൂടിച്ചേർന്ന് വരാറുണ്ട്. അതിനെയാണ് മെറ്റൽ അയോൺസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സിങ്ക് ഈസ് എ കോഫാക്ടർ ഫോർ കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈം. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യനുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.